ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഉദാത്ത ഭക്തി. 1972 ഫെബ്രുവരി. സ്വാമി വൃന്ദാവനം ആശ്രമത്തിൽ നിന്ന് ഒരു ഭക്തഗൃഹത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൽ. അപ്പോൾ ആശ്രമത്തിൽ അഖണ്ഡ ഭജനാഘോഷം നടക്കുകയാണ്. സ്വാമി യാത്ര പോകാൻ ഇറങ്ങവേ ഗീതയുടെ ശബ്ദമുയർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചിഹ്നം വിളി ഉച്ചത്തിലായി. ഭഗവാന് ശ്രദ്ധിക്കാതിരിക്കാനായില്ല. സ്വാമി ഗീതയുടെ അടുത്തേക്ക് ചെന്നു. സ്വാമി അവളെ മൃദുവായി തട്ടി. പിന്നെ കുശല പ്രശ്നങ്ങൾ ചോദിച്ച് തലോടി. ആപ്പിൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഭഗവാൻ ആപ്പിൾ അവളുടെ വായിൽ വെച്ചു കൊടുത്തു. പിന്നീട് മെല്ലെ പോകാനായി തിരിഞ്ഞു. പിഞ്ചുകുഞ്ഞ് അമ്മയെ ചുറ്റിപ്പിടിക്കും പോലെ ഗീത തുമ്പിക്കൈ നീട്ടി സ്വാമിയുടെ തോളിലൂടെ ഇട്ട് മെല്ലെ മെല്ലെ വലിച്ചടുപ്പിച്ചു. വാത്സല്യനിധിയായ ഭഗവാൻ തൃക്കരം കൊണ്ട് അവളെ തടവി. പിന്നെ പുഞ്ചിരിയോടെ പറഞ്ഞു, ഗീത, എന്നെ വിടൂ, നല്ല കുട്ടിയല്ലേ. ഇപ്പോൾ തന്നെ സ്വാമി വളരെ താമസിച്ചിരിക്കുന്നു. എനിക്ക് പോയേ തീരൂ എന്ന് നിനക്ക് അറിയില്ലേ. ബംഗാരു, ഞാൻ പോയി വരാം, അനുവദിക്കൂ. ഭഗവാന്റെ വാക്കുകൾക്കൊപ്പം ഗീതയുടെ തുമ്പിക്കരം അയഞ്ഞു. പക്ഷേ ഉടൻ തന്നെ മുറുകുന്നതും കാണാമായിരുന്നു. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. കരച്ചിൽ ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവൾ വല്ലാതെ പണിപ്പെട്ടു. സ്വാമി അവളുടെ പിടുത്തത്തിൽ നിന്നും മെല്ലെ മോചിതനായി ഒരടി വെച്ചതേയുള്ളൂ. അപ്പോഴേക്കും ഗീതയുടെ തുമ്പിക്കൈ നീണ്ടു. മുന്നോട്ട് നീങ്ങിയ ഭഗവാന്റെ പുറകോട്ട് വീശിയ വലതു തൃക്കരത്തിൽ ഗീത വീണ്ടും കടന്നു പിടിച്ചു. സ്വാമി ഇല്ലാതെ തനിക്കാവില്ല എന്നവൾ വിതുമ്പിക്കൊണ്ട്. ഭഗവാൻ വീണ്ടും അവൾക്ക് പഴങ്ങൾ നൽകി. ഇപ്രാവശ്യം വാ തുറക്കാൻ പോലും ഗീത കൂട്ടാക്കിയില്ല. സ്വാമി ഏറെ നേരം അവളെ തലോടി. നല്ല കുട്ടി, മിടുക്കി എന്നൊക്കെ പലവരും വിളിച്ചു, പ്രോത്സാഹിപ്പിച്ചു, പ്രചോദനം നൽകി. ഇതിനകം അവളുടെ തുമ്പിക്കൈയിലൂടെ ഊറിയ ഉമിനീര് ജഗദീശ്വരിയുടെ അങ്കി നനച്ചിരുന്നു. പക്ഷേ ഭഗവാന്റെ മുഖത്ത് തെല്ലൊരു അസ്വസ്ഥതയോ ഭാവമാറ്റമോ ഉണ്ടായില്ല. തന്റെ ചുറ്റും കൂടി നിന്നവരെ നോക്കി ഭഗവാൻ പറഞ്ഞു, നോക്കൂ, ഇതാണ് ഭക്തി, ഏകാഗ്ര ഭക്തി, ഉദാത്തമായ ഭക്തിഭാവം. അവൾക്ക് എന്നെ അല്ലാതെ മറ്റൊന്നും വേണ്ട. ഞാൻ കൊടുത്ത പഴം പോലും അവളെ സ്വാധീനിച്ചില്ല. ഗീതയ്ക്ക് എന്നെ മതി, എന്റെ സമ്മാനങ്ങളൊന്നും വേണ്ട. നിങ്ങളും അവളെ പോലെ ആകൂ. അപ്പോൾ എന്റെ ദർശനം, സ്പർശനം, സംഭാഷണം നിങ്ങൾക്കും ഇതുപോലെ സുലഭമാകും. ഒരിക്കൽ സായി മാതാവ് മകളോട് തിരക്കി, സുന്ദരിക്കുട്ടിക്ക് ഇനി വേറെ എന്തെങ്കിലും ആഭരണം വേണോ? പെൺകുട്ടിയല്ലേ? തെല്ല് ലജ്ജയോടെ അവൾ സ്വാമിയെ നോക്കി. പറയൂ, ഭഗവാൻ പ്രോത്സാഹിപ്പിച്ചു. തന്റെ ഒരു മുൻകാൽ മുകളിലേക്കും താഴേക്കും ഉയർത്തിയും താഴ്ത്തിയും അവൾ ആഗ്രഹം അറിയിച്ചു. ഭഗവാന് കാര്യം മനസ്സിലായി. കൊലുസ് വേണമല്ലേ? സ്വാമി തിരക്കി. ഗീത തലയാട്ടി. ഉടൻ തന്നെ ഗീതയ്ക്ക് വേണ്ടി 4 വെള്ളിക്കൊലുസ് ഉണ്ടാക്കാൻ ഭഗവാൻ ഓർഡർ കൊടുപ്പിച്ചു. അത് ഉണ്ടാക്കി അണിയിച്ചു കഴിഞ്ഞപ്പോൾ ഗീത സന്തുഷ്ടയായി കാണപ്പെട്ടു. എവിടെ ആ ആഭരണം? സ്വാമി എത്രമാത്രം ഗീതയുടെ അലങ്കാരത്തിൽ ശ്രദ്ധിക്കുന്നുവെന്ന് ഭക്തന്മാർ അറിഞ്ഞത് 80ാം തിരുനാളിലായിരുന്നു. ഗീതയുടെ ആഭരണങ്ങളുമായി വരാൻ സ്വാമി അറിയിച്ചു. പെദ്ദറെഡ്ഡി ആഭരണങ്ങളുമായി തിരുസന്നിധിയിലെത്തി. ഭഗവാൻ എല്ലാം പരിശോധിച്ചു. എല്ലാം ഉണ്ടോ? സ്വാമി തിരക്കി. ഉണ്ട് സ്വാമി, വിനയപൂർവ്വം റെഡ്ഡി പറഞ്ഞു. എവിടെ കണങ്കാലുകളിൽ ഇടുന്നവ? അത് കേടുപാട് തീർത്തെടുക്കാൻ ബാംഗ്ലൂർക്ക് അയച്ചു കൊടുത്ത കാര്യം റെഡ്ഡി ഓർമ്മിച്ചത് അപ്പോഴാണ്. ഉടൻ തന്നെ ബാംഗ്ലൂർക്ക് സന്ദേശം പോയി. അടുത്ത ദിവസം രഥോത്സവമാണ്. ഗീതയെ അണിയിക്കേണ്ടതാണ്. അതെല്ലാം വൈകുന്നേരമായപ്പോൾ ആഭരണങ്ങളെല്ലാം എത്തിച്ചേർന്നു. രഥോത്സവത്തിൽ സർവാഭരണ വിഭൂഷിതയായി സായി ഗീത പങ്കെടുത്തു. ദർശനവേളയിൽ ഭഗവാൻ അവളുടെ കണങ്കാലുകൾ ശ്രദ്ധിക്കുന്നതും അവ കണ്ട് സന്തോഷിച്ചതും പെദ്ദറെഡ്ഡി ഇന്നും കണ്ണീരോടെ സ്മരിക്കുന്നു. ഒരിക്കൽ കാഴ്ചയ്ക്ക് ഭംഗിയുള്ള വില കുറഞ്ഞ പ്ലാസ്റ്റിക് പൂമാല പെദ്ദറെഡ്ഡി ഗീതയെ അണിയിച്ചു. അത് കണ്ട് സ്വാമി തിരക്കി. എന്തിനാണ് അവളുടെ കഴുത്തിൽ പ്ലാസ്റ്റിക് മാല ഇടുന്നത്? അവളുടെ സ്വർണമാലയും വെള്ളിമാലയും പിന്നെ കാണാൻ കഴിയുമോ? വൈകുന്നേരം ഗീത ഹിൽവേ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമയം. കളിക്കാനും വ്യായാമത്തിനും പോകുന്ന കുട്ടികൾ ഗീതയെ കാണുമ്പോൾ സായിരാം പറയും. ഗീതയും ഉടനെ തുമ്പിക്കൈ ഉയർത്തി പ്രതികരിക്കും. പെട്ടെന്ന് സ്റ്റേഡിയത്തിൽ വാർത്ത പരന്നു, സ്വാമി വരുന്നു. സ്വാമി ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുന്നു. ഭഗവാന്റെ കാർ സ്കൂൾ ഗേറ്റിലൂടെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിച്ചു. ഗീത സ്വാമിയുടെ കാർ കണ്ടു കഴിഞ്ഞു. അവൾ കാറിന് നേരെ പാഞ്ഞു. പാപ്പാന് അവളുടെ ഒപ്പം എത്താനോ നിയന്ത്രിക്കാനോ കഴിഞ്ഞില്ല. കാർ നേരെ വരുന്നു. ഗീത കാറിന് നേർക്ക് പായുന്നു. വിദ്യാർത്ഥികൾ ആശങ്കയോടെ ആ രംഗം നോക്കി നിന്നു. പെട്ടെന്ന് കാർ നിന്നു. വാതിൽ തുറന്ന് സ്വാമി പുറത്തേക്ക് ഇറങ്ങി. ഗീതയുടെ നേർക്ക് ഓടാൻ തുടങ്ങി. ഗീതയോ സ്വാമിയുടെ നേർക്ക് കുതിക്കുകയാണ്.
അത്യപൂർവമായ രംഗം. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുകയാണ്. ഭീമൻ ശരീരവുമായി സായി ഗീതയുടെ കുതിപ്പ്, അവളുടെ നേർക്ക് കൃശഗാത്രനായ സ്വാമിയുടെ ഓട്ടം. അവർ തമ്മിൽ അടുത്തു. പലരും കണ്ണുപൊത്തിപ്പോയി. ചിലർ ഹാവൂ എന്നുറക്കെ ഭയത്തോടെ ഒച്ചവെച്ചു. പിന്നെ കാണുന്നത് ഗീത ഭഗവാനെ തുമ്പിക്കൈ കൊണ്ട് പൂണ്ടടക്കം പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ സ്വാമി അവളുടെ മുൻകാലുകൾക്കും തുമ്പിക്കൈക്കും ഇടയിൽ. ഭഗവാൻ ഏറെ നേരം അവളെ താലോലിച്ചു. ഭക്തിയുടെ ആ വലയത്തിൽ നിന്നും സ്വാമി മോചിതനായത് 15 നിമിഷങ്ങൾക്ക് ശേഷം. സ്വാമി അവളുടെ വായിൽ പഴങ്ങൾ വെച്ചുകൊടുത്തു. ഇതിനകം അവളുടെ ഉമിനീരിനാൽ സ്വാമിയുടെ അങ്കി കുതിർന്നിരുന്നു. അത്യപൂർവമായ പ്രേമഭക്തിയുടെ ദർശനം. നടരാജന്റെ ആത്മപ്രഹർഷം പ്രകൃതിയെ രോമാഞ്ചം കൊള്ളിച്ച നിമിഷങ്ങൾ. ചുറ്റിനും നിൽക്കുന്ന തന്റെ പ്രിയങ്കരരായ വിദ്യാർത്ഥികളോടായി സ്വാമി അരുളി, എന്തിനാണ് ഞാൻ സായി ഗീതയുടെ വസതി നിങ്ങളുടെ ഹോസ്റ്റലിന് മുന്നിലാക്കിയതെന്നറിയുമോ? വിദ്യാർത്ഥികൾ മൗനം പൂണ്ടു. സ്വാമി തുടർന്നു, യഥാർത്ഥ ഭക്തി എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. സായി ഗീതയ്ക്ക് എന്നോടുള്ള ഭക്തിയുടെ ഒരു ചെറിയ അംശം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായാൽ അത് മാത്രം മതി നിങ്ങളുടെ ജീവിതം ധന്യമാകാൻ. ചിഹ്നകഥ. വിചിത്ര വിളംബരം. വിചിത്രമായൊരു വിളംബരം രാജാവ് പുറപ്പെടുവിച്ചു. നാം പറയുന്ന 3 പാപങ്ങളിൽ ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്ന ബ്രാഹ്മണന് വലിയൊരു തുക സമ്മാനം. ജനം പകച്ചുപോയി. ഇതെന്തൊരു ഉത്തരവ്? പരമദരിദ്രനായ ഒരു ബ്രാഹ്മണൻ കൊട്ടാരത്തിലെത്തി. പാപം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഏതൊക്കെയാണ് ആ 3 പാപങ്ങൾ? രാജാവ് അറിയിച്ചു. വേദം കളവാണെന്ന് പ്രഖ്യാപിക്കുക, മദ്യം സേവിക്കുക, പരസ്ത്രീയെ സ്വീകരിക്കുക. ബ്രാഹ്മണൻ വളരെ ആലോചിച്ചു. ഏതെങ്കിലും ഒരു പാപം ചെയ്താൽ മതിയല്ലോ. താരതമ്യേന നീചമല്ലാത്തത് മദ്യസേവ തന്നെ. അയാൾ അങ്ങനെ ചിന്തിച്ചുറപ്പിച്ചു. രാജാവിനെ ആ വിവരം ബോധിപ്പിച്ചു. ബ്രാഹ്മണന് മദ്യം വിളമ്പി. അയാൾ മദ്യം സേവിച്ചു. ആദ്യം വിമ്മിട്ടം തോന്നി, പിന്നീട് ഒരു പെരിപ്പ്. കുറച്ചു ചെന്നപ്പോൾ രസം തോന്നി. അതോടെ കൂടുതൽ മദ്യം അയാൾ ചോദിച്ചു. ലഹരി മൂത്തപ്പോൾ അയാൾ ചീത്ത പറയാൻ തുടങ്ങി. വേദങ്ങളെ ദുഷിച്ചു സംസാരിച്ചു. ഇതിനിടയിൽ അതിലൂടെ പോയ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറാനും ഒരുമ്പെട്ടു. ഒരു നീചകൃത്യം മറ്റു നീചകൃത്യങ്ങളിലേക്ക് നയിക്കും. അതിനാൽ വളരെ കരുതിയിരിക്കുക. ഓം തത്സത്ത്.